ഇറാന്റെ പ്രത്യാക്രമണം വലിയ തോതിൽ നടക്കുകയാണ് ഗൾഫ് മേഖലയിലും ഒപ്പം ഇസ്രായേലിലും. അതേ സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിലെ നഗരങ്ങളിൽ മാത്രമല്ല ഇറാനിലെ പല മേഖലകളിലായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലായി ഇസ്രായേലിന്റെ ആക്രമണവും പലയിടത്തും നടക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ്. ഹോർമുസ് കടലിടുക്കിൽ അവിടെ പ്രവേശിക്കുന്ന കപ്പലുകളെ പുറത്തേക്ക് വിടില്ല, അതുവഴി യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള വ്യാപാര വാണിജ്യ യാത്ര ഒഴുക്ക് പൂർണ്ണമായും ഒരു നിലയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. അതിഗുരുതരമായ പ്രത്യാഘാതം അതിന്റെ ഭാഗമായി ലോകത്തുടനീളം ഉണ്ടാകും എന്നുള്ളതും നമുക്കറിയാം. വൻകിട ഷിപ്പിംഗ് കമ്പനികൾ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള യാത്ര റദ്ദാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഹെപ്പക് ലോയിഡ് ഉൾപ്പെടെ വിവിധ കമ്പനികൾ ഇതിനോടകം തന്നെ സർവീസ് റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ട്. സംഘർഷം നീണ്ടാൽ ഗൾഫിലെ ചരക്ക് നീക്കത്തെ അത് ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് പലയിടങ്ങളിലേക്ക് ഹോർമുസ് കടലിടുക്ക് കടന്നു വേണം പോകാൻ. അവിടെ ഇറാന്റെ സേന ആ ഭാഗത്ത് വളരെ കൃത്യമായി അതുവഴി കടന്നു പോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട്. പക്ഷെ ഔദ്യോഗികമായി പറഞ്ഞോ എന്നറിയില്ല. എന്തായാലും അതുവഴിയുള്ള സഞ്ചാരം അത്ര കണ്ട് ഈസിയായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അഫ്താബ് റഹ്മാൻ ചേരുകയാണ്. അഫ്താബ് ഒന്ന് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. പക്ഷേ നമുക്കറിയാം ഒരുപക്ഷെ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം, ആക്രമണം അതുപോലെ തന്നെ അതിനേക്കാൾ വ്യാപ്തിയുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പൂർണ്ണമായും വാണിജ്യ വ്യാപാര ബന്ധങ്ങളെ മുറിച്ചു കളയുക എന്നുള്ളത്. വലിയ സമ്മർദ്ദം ഇറാന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുകളിൽ ചുമത്തണമെങ്കിൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി അവരുടെ കൈവശമാണ്. അവിടെ അതുവഴിയുള്ള ചരക്ക് ഗതാഗതത്തെ തടയിടുക എന്നുള്ളതാണ് തന്ത്രം. അതിപ്പോൾ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതുവഴി കടന്നു പോകാൻ ചരക്ക് കപ്പലുകളെ അനുവദിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ അതിന്റെ അലയൊലികൾ ഉണ്ടായേക്കും? മഹേഷ്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ സഞ്ചരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലെ മുതൽ തന്നെ അതുവഴി പോകുന്ന കപ്പലുകൾക്ക് റെഡ് സിഗ്നൽ അവിടെയുള്ള ഇറാനിലെ വിപ്ലവ സേനാ വിഭാഗം നൽകിയിരുന്നു. സാധാരണഗതിയിൽ ഇറാനകത്ത് വലിയ തോതിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളോ ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്ക് അടക്കാറുള്ളത്. ഇന്നലെ മുതൽ തന്നെ ആ തരത്തിലുള്ള വിലയിരുത്തലുകളും വന്നിരുന്നു. അതായത് ഇറാനകത്ത് കാര്യമായിട്ടുള്ള പ്രഹരം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. അതുതന്നെയാണ് നമ്മൾ ഇന്ന് പുലർച്ചെ കണ്ട വാർത്തകൾ. ഇറാനിലെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതായുള്ള വാർത്ത. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകത്തെ മുൻനിര ഷിപ്പിംഗ് ലൈനുകൾ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇത് പക്ഷേ നമ്മൾ മുമ്പ് ഗസ യുദ്ധത്തിൽ കണ്ടതുപോലെ ഒരു ചിത്രം കൂടിയാണ്. പക്ഷേ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ഹൂത്തികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര തടഞ്ഞ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിരുന്നു. അന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ പോലും ആ കപ്പലുകൾക്ക് സൗത്ത് ആഫ്രിക്ക വഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങിക്കൊണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര പോകാൻ വഴിയുണ്ടായിരുന്നു. അതായത് സൂയസ് കനാൽ ഒഴിവാക്കിക്കൊണ്ട് കടന്നു പോകാൻ മറ്റൊരു വഴിയുണ്ടായിരുന്നു. പക്ഷേ ഗൾഫിലെ സ്ഥിതി ഇതല്ല. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് കപ്പലുകൾ കടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടച്ചുകെട്ടിയ ഒരു കടൽ പ്രദേശമാണ്. ഇതിനകത്തേക്ക് കടക്കാതിരുന്നാൽ മറ്റു വഴിയിലൂടെ UAE-യിലേക്കോ മറ്റോ ചരക്കുകൾ എത്തിക്കാൻ ഒരു വഴിയും ഇല്ല എന്നുള്ളതായിരിക്കും അതിന്റെ ഒരു പ്രത്യാഘാതം. എന്ന് വെച്ചാൽ ഗൾഫ് മേഖലയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖങ്ങളിലേക്കുള്ള ചരക്കു നീക്കം സ്തംഭിക്കും. എന്ന് മാത്രമല്ല UAE ഉൾപ്പെടെയുള്ള അവരുടെ തുറമുഖങ്ങളിൽ വഴിയാണ് റീ എക്സ്പോർട്ടുകൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും
ചരക്കുകൾ കൊണ്ട് എത്തിക്കുകയും പിന്നീട് ഇവിടെ നിന്നും ഗൾഫിന്റെ പല ഭാഗങ്ങളിലേക്കും ചരക്കുകൾ കൊണ്ടുപോകുന്നതാണ് രീതി. അപ്പോൾ ഈ കപ്പലുകൾക്ക് കടക്കാൻ അനുവദിക്കാത്ത സാഹചര്യമോ അല്ലെങ്കിൽ കപ്പലുകൾ അങ്ങോട്ട് പോകാൻ മടിക്കുന്ന സാഹചര്യമോ ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ചരക്കു നീക്കം പൂർണ്ണമായും സ്തംഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗൾഫിന്റെ സമ്പദ്ഘടനയായിരിക്കും അത്. കാരണം ഒരു ദിവസത്തെ ഒരു ഡിലേ പോലും സ്വാഭാവികമായിട്ടും മില്യൺ കണക്കിന് റിയാലുകളുടെ ഡോളറുകളുടെ നഷ്ടം കമ്പനികൾക്ക് വരുത്തും. മാത്രവുമല്ല സമാനമായ രീതിയിൽ തന്നെ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ലക്ഷം കമ്പനികളും തൊഴിലെടുക്കുന്നവരും ഈ മേഖലയിലുണ്ട്. അവരെ എല്ലാവരെയും ഇത് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രവുമല്ല ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കപ്പലുകൾ പോകാൻ തീരുമാനിച്ചാൽ പോലും അതിനുള്ള കപ്പലുകൾക്കുള്ള ഇൻഷുറൻസ് തുകയും ഇപ്പോഴുള്ളതിന്റെ 10-20 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അത് നമ്മൾ നേരത്തെ ചെങ്കടൽ മേഖലയിൽ ഹൂത്തികൾ കപ്പൽ തടഞ്ഞപ്പോൾ കണ്ടതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ചരക്കുകളുടെ വില വർധനവിന് അത് കാരണമാകും. വിപണിയിൽ അത് പ്രതിഫലിക്കും. സാധാരണക്കാർ വാങ്ങുന്ന വസ്തുക്കളിൽ അത് ഘട്ടം ഘട്ടമായി പ്രതിഫലിക്കും. ഇതെല്ലാം ഒരു പക്ഷേ യുദ്ധം അനന്തമായി ഒരു പക്ഷേ ആഴ്ചകളിലേക്കൊക്കെ നീണ്ടു കഴിഞ്ഞാൽ മാത്രം ഉണ്ടാകാൻ പോകുന്ന പ്രതിഫലനമായിരിക്കും. പക്ഷേ എന്തായാലും ശുഭകരമല്ല ഇവിടെയുള്ള നിലവിലുള്ള അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഗൾഫിലേക്കുള്ള ചരക്കു നീക്കം എന്നതുപോലെ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എണ്ണ കപ്പലുകളുടെ നീക്കമാണ്. ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് ഒരു പക്ഷേ ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ സ്വീകരിച്ച് അവിടെ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളാണ്. പൂർണ്ണമായും എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം കൂടി ഹോർമുസ് കടലിടുക്കിൽ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിഗുരുതരമായ ഇന്ധനക്ഷാമത്തിലേക്കും അതല്ലെങ്കിൽ വലിയ വിലക്കയറ്റത്തിലേക്കുമൊക്കെ അത് എല്ലാ മേഖലയിലും വഴിവെക്കും.